Hello guys, welcome back to my channel Sanbis Media. Yet another interesting episode of plant hunting. അതെ, പ്ലാൻ ഹണ്ടിങ് തന്നെയാണ്. നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്ലാൻ ഹണ്ടിങ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ 2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ അസുഖം വന്നു, പനി വന്നു, കോവിഡൊന്നുമല്ല, കോവിഡ് ടെസ്റ്റൊക്കെ നടത്തി നെഗറ്റീവാണ്. അപ്പോഴെന്തായാലും പ്ലാൻ ഹണ്ടിങ് വീഡിയോ ആയിട്ട് നമ്മൾ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ തേപ്പ് കരണ്ട്, സ്ഥിരം തേപ്പ് കരണ്ട് ഇല്ലാതെ നമുക്കൊരു പ്ലാൻ ഹണ്ടിങ് വീഡിയോ ഇല്ല മച്ചന്മാരെ, നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഹണ്ടിങ് വീഡിയോയിൽ പ്രത്യേകതയുണ്ട്. നമ്മൾ നിങ്ങളുടെ ഒരുപാട് പ്ലാൻ ഹണ്ടിങ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല നിങ്ങൾ. ഇന്ന് നമ്മൾ പ്ലാൻ ഹണ്ട് ചെയ്യാൻ പോകുന്നത് തോട്ടിലാണ്. ഇവിടെ ഞങ്ങളുടെ പ്രദേശത്ത് ഇവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ അപ്പം മാറി ഒരു തോടുണ്ട്. അപ്പോൾ തോട്ടിൽ ചെന്നിട്ട് അവിടെ ഒരു തോട്ടിലെ പ്ലാൻ ഹണ്ടിങ് വീഡിയോ, ഞാൻ എന്ത് പറയും, തോട്ട് പ്ലാന്റ്സ് ഹണ്ടിങ്ങാണ് വീഡിയോ. അവിടെ നമുക്ക് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ അല്ലെങ്കിൽ ഹാങ്ങിങ് പ്ലാന്റോ എന്തെങ്കിലും കിട്ടുമെങ്കിൽ തോട്ടിലിൻ്റെ സൈഡിലുള്ള പ്ലാന്റ്സിനെ കളക്ട് ചെയ്തുകൊണ്ടേ ഞാനും എൻ്റെ സ്വന്തം അനിയനായ ഉണ്ണിയെ നമ്മൾ വരത്തുള്ളൂ. ഉണ്ണിയാണ് ക്യാമറമാൻ. ഉണ്ണി ഇല്ലാത്തതിൻ്റെ 2 വീഡിയോ നിങ്ങൾ കണ്ടതാണ്, അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നൊരു തോട്ടിലെ പ്ലാന്റ് ഹണ്ടിങ് വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ സ്ഥിരം പാട്ട് കുന്നുകേറി റെയിൽ വണ്ടി ഇറങ്ങിയാലും അതില്ല, ഇത് ഇറങ്ങിയ റെയിൽ വണ്ടി ഓക്കെ, വണ്ടി ഇവിടെ വയ്ക്കും. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മൾ പറഞ്ഞ തോട്. ഇതിനകത്ത് എവിടെ നിന്ന് പ്ലാന്റ് കളക്ട് ചെയ്ത് തുടങ്ങണം എന്നറിയത്തില്ല. എന്തായാലും ദൂരം അവിടെ വെച്ച് ഞാൻ അങ്ങ് തോട്ടിലോട്ട് ചാടുകയാണ്. അപ്പോഴേ ഞാൻ ആ തോട്ടിലോട്ട് ചാടിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഈ സ്ഥലത്ത് നിന്നാണ് തുടങ്ങേണ്ട. കൊള്ളാം കേട്ടോ, തോട് കൊള്ളാം. നിറയെ വെള്ളം ഉണ്ടെങ്കിൽ ഇവിടെ ചാടിയാൽ ഞാൻ അങ്ങ് താഴെ അങ്ങ് ഒലിച്ച് പോയാൽ. ഇത് പറയുന്നത് ഏതോ പൂവമ്പാറ ആറ്റ് ചെന്ന് ചേരുമെന്നൊക്കെയാണ് പണ്ടേ വീട്ടുകാർ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. ഈ കൊച്ചു തോട് ഏത് ആറ്റ് ചെന്ന് ചേരുമെന്നും അറിയത്തില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പ്ലാൻ ഹണ്ടിങ് തുടങ്ങുന്നത്. ഉണ്ണി അവിടെ ഇരുന്ന് പിടിച്ചാൽ പറ്റത്തില്ല, ചാടിക്കോ, കൂടെ ചാടിക്കോ. നമ്മൾ ഈ പാൻറ്റൊക്കെ ഇനി മടക്കി വെക്കാം കേട്ടോ. മടക്കി വെച്ചാലും എന്തായാലും ഇത് നനയും. ഇനി നമ്മുടെ ഹണ്ടിങ് ഇതിന് തുടക്കം തന്നെ കൊള്ളാം. ഇതുണ്ടോ, ഇതൊരു നാടൻ പ്ലാന്റാണ്, പക്ഷേ ഇതിൻ്റെ ലീഫ് നല്ല ലീഫാണല്ലേ. നമ്മളെ ഒന്ന് പൊട്ടിച്ച് കാണിക്കാമേ. ലീഫും ഫ്ലവറും കൊള്ളാം. പക്ഷേ ഇതൊക്കെ നമുക്ക് ഗാർഡനിൽ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ആട് അവിടെ കയറി മേയും. അതുകൊണ്ട് ഇത് നമ്മൾ എടുക്കുന്നില്ല. ഇവിടെ ഒരു മെലസ്റ്റോമയുടെ ഇത് കണ്ടോ, ഒരു മെലസ്റ്റോമ, നമ്മുടെ കലമ്പട്ടിയുടെ ഒരു പൂവാണ്. ഈ പ്ലാന്റ് നമ്മൾ ഇതിപ്പോൾ കളക്ട് ചെയ്യുന്നില്ല, കാരണം ഇത് നമ്മൾ നേരത്തെ ഒരു ഹാങ് പ്ലാന്റ് കളക്ഷനിൽ ഇത് ഉൾപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ എടുക്കുന്നില്ല. ഇവിടെ നമ്മൾ രണ്ട് ഫാൻ ഉണ്ടോ, നമ്മുടെ ഫാൻ ഹണ്ടിങ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു നല്ല ഗ്രീനി ഫാനാണ്. നമുക്ക് ഇത് മാത്രമല്ല, പിന്നെ ഇതിന് ഉണ്ടോ അടിയിൽ വേറൊരു ഫാനും ഉണ്ട്. ഇതൊരു വള്ളി ടൈപ്പാണെന്നല്ലേ, ഹാങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂടാ. അപ്പോൾ ഇതൊരു ഫാനുണ്ട് കേട്ടോ. നമ്മൾ ഇതിപ്പോൾ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നില്ല, വേറെ നമുക്ക് കിട്ടും. ഇതാണ്ട് ഇവിടെ ഒരു കുഞ്ഞ് വേറൊരു ടൈപ്പ് ഫാനോടുണ്ട് കേട്ടോ. ഇത് കൊള്ളാം. ഇത് കുറച്ചുകൂടെ ഗ്രീനി ആയിട്ടുള്ളത് നമ്മൾ കളക്ട് ചെയ്യും. ഇവിടെയൊക്കെ നല്ല ഫാനുണ്ട്. നമ്മൾ ഫാൻ ഹണ്ടിങ് വീഡിയോ ചെയ്യണം കേട്ടോ. ഇതൊരു വെള്ളമാണ് കേട്ടോ. ഇതൊരു കുറച്ച് ഇവിടെ നമുക്ക് കുറച്ച് ഫാൻസ് ഇവിടെ നിന്ന് നമ്മൾ എന്നെ അവിടെ കാണിക്കും. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫാൻ എടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഫാൻ ഹണ്ടിങ് വീഡിയോയിൽ ഇവിടെ നിന്ന് തന്നെ വന്നെടുക്കും. എന്തായാലും നമ്മൾ തുടക്കം എനിക്ക് ഈ ഫാനുകളോട് ഈ അടുത്ത കാലത്തായിട്ടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഫാൻ കുറച്ച് എഴുതെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ്. ഇത് ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കുന്നുള്ളൂ കേട്ടോ, കാരണം വീഡിയോയുടെ ലെങ്ത് നീണ്ടു പോകുന്നതിനാൽ. ഇതിൻ്റെ കുറച്ച് ഫാൻ. അപ്പോൾ നമ്മുടെ ആദ്യം എടുക്കുന്ന വെറൈറ്റി ഈ ഫാനാണ്. അപ്പോൾ നമ്മുടെ പ്ലാൻ നമ്പർ 1. ഇനി ഇവിടെ മറികടന്ന് പോവുക എന്നാൽ ഭയങ്കര ഈ മൈക്ക് കുരുങ്ങല്ലേ ഉണ്ണി. ഓക്കെ, കണ്ടോ ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഒന്ന് സൂം ചെയ്ത് കാണിക്കണേ. അതിൻ്റെ കണ്ടോ, നല്ല വയലറ്റ് കളർ ലീഫ്. പക്ഷേ ഇത് നമ്മളിതൊരു പ്ലാന്റ് ആയിട്ടോ നമുക്ക് ഇൻഡോറോ ഔട്ട്ഡോറോ ഹാങ് ആയിട്ടോ അങ്ങ് എടുത്ത് പോയി കഴിഞ്ഞാൽ പണി പാളും. കാരണം ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക്, കുറച്ചുകൂടെ മുറ്റ് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ മാറി സാധാ പച്ച കളറാവും. അതുകൊണ്ട് നമ്മളിതിപ്പോൾ കളക്ട് ചെയ്യുന്നില്ല, ഞാൻ നമ്മൾ കാണിച്ചതേ ഉള്ളൂ. ഇനി ഇവിടെ ഒന്ന് സൂം ചെയ്തേ കണ്ടോ, ഇവിടെ മറ്റൊരു ടൈപ്പ് ഫാനുണ്ട്. ഒന്നൊരു ബാക്കിലോട്ട് കാണിക്കും. കണ്ടോ, ഇതൊരു മറ്റൊരു ടൈപ്പ് ഫാനാണ്. അപ്പോൾ നല്ല ഫാനാണ് കേട്ടോ. ഇത് നമ്മളൊരു അടുത്ത രണ്ടാമത്തെ പ്ലാന്റായിട്ട് ഇതിൻ്റെ ഫാൻ നമ്മൾ കളക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തൊരു ഫാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഫാൻ ഹണ്ടിങ് വീഡിയോയിൽ ഇതെല്ലാം കാണും. അപ്പോഴും ആവർത്തന വിരസത നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. അപ്പോൾ ഒന്ന് കാണിച്ചു തരണേ.
മച്ചാൻ വരെ ഒരു അടിപൊളി പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. പേരെനിക്കറിയത്തില്ല, നമ്മുടെ കലമ്പട്ടീൻ്റെ വേറൊരു വർഗ്ഗമായിരിക്കാം. പക്ഷേ ലീഫിൻ്റെ ഡിസൈൻ കൊണ്ട് പണ്ടാര സാധനം കിട്ടിയിട്ടുണ്ട്. ഉണ്ണി ഒന്ന് സൂം ചെയ്ത് കാണിച്ചേ. ഇത് കണ്ടോ, എങ്ങനെയുണ്ട്? ഈ പ്ലാന്റ് ഏതാണെന്ന് അറിയാവുന്നവർ പറയണം. എങ്ങനെയുണ്ട്? ഓ, എന്ത് മനോഹരമായ ടെക്സ്റ്റൈൽസ് അല്ലേ. ഉണ്ണി ഇഷ്ടപ്പെട്ടില്ലേ? ഉണ്ണി ചിരിക്കുന്നു കാരണം ക്യാമറയിൽ വരുന്നു. അപ്പോൾ മച്ചന്മാരെ, ഈ പ്ലാന്റ് എന്തായാലും നമ്മൾ കളക്ട് ചെയ്യണം. ഇതൊരു ലീഫി പ്ലാന്റ് ആണോ അതോ ഇനി ഫ്ലവറിങ് പ്ലാന്റ് ആണോ എന്നും എനിക്കറിയത്തില്ല. നല്ല ലീഫല്ലേ, ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഈ പ്ലാന്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഈ പ്ലാന്റ് ഞാനൊന്ന് കളക്ട് ചെയ്യട്ടെ. ഉണ്ണി ക്യാമറ പിടിച്ച്. നമ്മുടെ തേപ്പ് കരണ്ടിയുടെ ഉപയോഗം ഈ അവസരങ്ങളിലൊക്കെയാണ് ഉണ്ടാകുന്നത്. ഹായ് വാ മച്ചന്മാരെ, പൊളി സാധനം അല്ലയോ, അടിപൊളി. ഇന്ന് മുഴുവൻ ലീഫി പ്ലാന്റ് ആണല്ലോ കിട്ടുന്നത്. ഈ തോട് മുഴുവൻ ലീഫാണോ? മച്ചന്മാരെ, എന്തായാലും അടിപൊളി സ്വയംഭൻ സാധനം. അപ്പം നമ്മുടെ പ്ലാൻ നമ്പർ 3, പേരറിയാത്തൊരു പ്ലാന്റ്. മച്ചന്മാരെ, അടുത്ത ഒരു പ്ലാന്റ് ഇതാണ് കേട്ടോ. നല്ലൊരു പ്ലാന്റ്, ലീഫി പ്ലാന്റ്. എനിക്ക് ചുണ്ടൽ അയ്യോ, ലീഫി പ്ലാന്റ് അല്ല, ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. അയ്യോ, കണ്ടോ, ഫ്ലവേഴ്സ് അല്ലെങ്കിലും അതിൻ്റെ ലീഫ് നല്ല ടെക്സ്റ്റൈൽസും. അപ്പം ചിലന്തി, ഇത് കൊള്ളാം അല്ലയോ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വൈൽഡ് വെറൈറ്റി ആണല്ലയോ? വൈൽഡ് വെറൈറ്റി ആയിരിക്കും, കാരണം ഇതൊന്നും ഗാർഡനിലങ്ങ് എത്തിയിട്ടില്ല. ഉടനെ എത്തുമെന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു നല്ല ഇവിടുന്ന് ഈ പ്ലാന്റിന് കണ്ടോ തണ്ടിൽ നിന്ന് തന്നെ വേരിറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കൊണ്ട നമുക്ക് ഒടിക്കാം. അപ്പോൾ എന്തായാലും കൊണ്ട ഒടിച്ച് കിടന്ന ഈ തണ്ട് ഒടിച്ച് കിടന്ന പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓക്കെ ഇതിൻ്റെ അപ്പോൾ നമ്മൾ അടുത്തൊരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. കണ്ടോ, ഇത് നമ്മുടെ പ്ലാൻ നമ്പർ 4 ആയി കേട്ടോ. നമ്പർ 4 ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. പക്ഷേ അതിൻ്റെ ലീവ്സും കൊള്ളാം കണ്ടോ. ഇപ്പം നന്നായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഈ തോട് വഴിയുള്ള യാത്ര എന്തായാലും കൊള്ളാം കേട്ടോ. കൊച്ചിലേക്ക് ഇത് കണക്ക് കുളം കുഴിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഓക്കെ. അപ്പോൾ നമ്മുടെ കുളം കുഴിക്കൽ വിജയിച്ചിട്ടുണ്ട്. ഇനി ഒരു സത്യം പറഞ്ഞാൽ ഒരു തോർത്തൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ നൊസ്റ്റാളജി ഒരു മീനെ പിടിച്ച് ഇതിനകത്ത് ഇട്ടേക്കായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ മീന് വേണ്ടി നമ്മൾ വീടൊരുക്കി കൊടുക്കുന്നതായിരുന്നു കേട്ടോ കൊച്ചിലെ. പക്ഷേ മീനിന് വേണ്ടി വീടൊരുക്കി കൊടുക്കുന്നതല്ലായിരുന്നു, അങ്ങനെ അല്ലായിരുന്നു പറയാനുള്ളത്. കൊക്കിന് വേണ്ടി ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു. നമ്മളാ കൊച്ചിലെ വന്ന് ഈ തോട്ടിൽ നിന്ന് മീനൊക്കെ പിടിച്ച് ഇവിടെ ഈ കുളത്തിനകത്ത് ഇട്ടിട്ട് പോകും. പിറ്റെന്ന് പറയുമ്പോഴത്തേക്ക് കൊക്കിന് എളുപ്പമാണ്, പുറത്തിറങ്ങി പിടിക്കണ്ട, ഇവിടെ കുഴി കിടക്കുന്ന എടുത്തോണ്ട് പോയിക്കോളും. എന്തായാലും കൊള്ളാം വന്ന സ്ഥലത്തിൽ കുളം കുഴിക്കാം. നമ്മളെവിടെ ചെന്നാലും കുളമാക്കുന്ന പരിപാടിയേ ഉള്ളൂ. ഇതിൻ്റെ ഇപ്പുറത്ത് കയറിയപ്പോഴും അക്കരെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. അവിടെ ഒരു പ്ലാന്റ് ഉണ്ട്, കൊള്ളാം, നല്ല പ്ലാന്റാണ്. നേരത്തെ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ അവസരത്തിൽ ഇത് എടുത്തു കളയാം. വാ ഒരു മുള്ളാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ പ്ലാന്റ് കണ്ടോ, നല്ലൊരു പ്ലാന്റ് അല്ലേ. ഒന്ന് ഇത് നോക്കണം, ഒന്ന് കാണിച്ചേ. കണ്ടോ, നമ്മുടെ പണ്ട് ഞാനൊരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുള്ളതാണ് അല്ല. ഇത് ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മുടെ വീട്ടിനടുത്ത് മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കൊണ്ട് വയ്ക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്. അതുകൊണ്ട് ഇവിടെയും കണ്ടോ പടർന്ന് കയറിയിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ പ്ലാൻ നമ്പർ 5 കേട്ടോ. നമ്മുടെ നല്ല പ്ലാന്റ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലയോ? ഇതൊക്കെയാണ് നമ്മൾ ഈ ഗാർഡനിലങ്ങ് പോയി വാങ്ങിക്കാനങ്ങ് നിൽക്കരുത്. പൈസ ഒന്നാമത് ഈ കൊറോണ കാലം പ്രമാണിച്ച് നമുക്ക് ഞാൻ പിടിച്ചാണ്. കൊറോണ കാലം പ്രമാണിച്ച് ആരും കയ്യിൽ പൈസ ഇല്ലാതിരിക്കുന്ന സമയം. ഓക്കെ, അപ്പം നമ്മൾ അടിപൊളിയൊരു പ്ലാന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പ്ലാൻ നമ്പർ 5 6 ഉണ്ണി 6, പ്ലാൻ നമ്പർ 6. മച്ചന്മാരെ അടുത്തൊരു പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാൻ കഴിയുന്ന പ്ലാന്റ് ആണെന്ന് തോന്നുന്നു. നല്ല ലോങ് ലീഫാണ്, കലേഡിയം വർഗ്ഗത്തിലങ്ങുമല്ല. ഇനി വല്ല ഫിലാഡൻഡ്രോൺ ആണോന്ന് സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉണ്ണിങ് വന്നാണ്ട് ഇവിടെ ഒരു കുഞ്ഞ് തൈ ഇരിപ്പുണ്ട്, നല്ലൊരു തൈ. അപ്പോൾ നമുക്ക്
നമ്മുടെ കരണ്ടിയുടെ തേപ്പ് കരണ്ടി മച്ചാൻ്റെ ഉപയോഗം. ഓക്കെ, നല്ലൊരു തൈ ഉണ്ട് ഇവിടെ. നല്ല തൈ എന്ന് പറയുന്നേ ഉള്ളൂ, പക്ഷേ ഇളകി വരുന്നില്ലല്ലോ ഉണ്ണി. മാറ്റിക്കല്ലേ. അയ്യോ മച്ചാന്മാരെ, ഇന്ന് കിട്ടിയിട്ടുള്ള എല്ലാ പ്ലാന്റിൻ്റെയും പേരറിഞ്ഞുകൂടാത്ത പ്ലാന്റേ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല പ്ലാൻ. ഇതിൻ്റെ ബൾബ് കുറച്ച് പോയിട്ടുണ്ട് കേട്ടോ, ഈ മൂട്ടിൽ കുറച്ച് പോയിട്ടുണ്ടെങ്കിലും പൊടിക്കും. നോക്കിയാണ് അത് ഇവിടെ വിശാലമായിട്ട് കിടപ്പുണ്ട് കേട്ടോ ഈ പ്ലാന്റ്. അപ്പം നമ്മുടെ അടുത്ത 6ാമത്തെ പ്ലാന്റ്, 7ാമത്തെ പ്ലാന്റ്, പ്ലാൻ നമ്പർ 7. ഇവിടെ ഒരുപാട് തെറ്റിയുണ്ട് കേട്ടോ. തെറ്റി ഏതാണ്ട് എല്ലാ മരത്തിനും ഒരു ബോൺസായി ലുക്കാണ്. ഉണ്ണിയും കൊണ്ടുവന്നേ കണ്ടത് നോക്കിയാണ്. ഇത് കണ്ടോ, ഒരു നല്ല ഉറപ്പുള്ള ഭിത്തിയാണ് കേട്ടോ ഇവിടെ. ഈ തോട്ടിൻ്റെ ഭിത്തി നല്ല ഉറപ്പുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട്. ഈ മരമൊക്കെ നോക്കിയാണ് എല്ലാം ഒരു ബോൺസായി മരം പോലാണ്ട്. ഇതിൻ്റെ വേരൊക്കെ കണ്ടോ പോയേക്കുന്നുണ്ടോ, നല്ല ടെസ്റ്റ് ചെയ്ത് പോയേക്കുന്നത്. ഉണ്ണി പിടിച്ചേ, നമുക്ക് കണ്ടോ ഒരു തെറ്റി ഇവിടെ നിന്ന് എടുക്കാം കേട്ടോ. എന്തായാലും കണ്ടോ ഇവിടെ പൂത്ത് നിൽപ്പുണ്ട് കണ്ടോ ഈ തെറ്റി. ഇതൊരു ബോൺസായി തെറ്റിയായിട്ട് ഒരുപാട് പഴക്കം കാണും കേട്ടോ. ബോൺസായി തെറ്റി എന്നൊന്നും ഒരു തെറ്റിയില്ല. പക്ഷെ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ കരണ്ടി, നമ്മുടെ തേപ്പ് കരണ്ടി ഉണ്ടല്ലോ, ഈ തേപ്പ് കരണ്ടി നമുക്കത് തിരിച്ചു വരിയിട്ടുണ്ട്. നമ്മുടെ തേപ്പ് കരണ്ടിയാണ് പല ഉപയോഗമാണ്. കാരണം ഇത് കട്ടിയുള്ള മണ്ണാണ്. ഉണ്ണി കിട്ടുന്നുണ്ടോ? കട്ടിയുള്ള മണ്ണാണ്. കട്ടിയുള്ള മണ്ണിൽ നമുക്ക് ഈ ഒരു ഐഡിയ പറ്റത്തുള്ളൂ. അതൊക്കെ നമ്മൾ അപ്പോഴത്തെ സാഹചര്യം ഏതാണ് അത് വെച്ച് നമുക്ക് തോന്നുന്ന ഐഡിയകൾ അത് ചെയ്യണം. ഇത് നല്ല തെറ്റിയാണ് കേട്ടോ, നല്ല പഴക്കമുള്ളതാണ്. എടുക്കണം, കാരണം തനി നാടൻ തെറ്റിയാണ്. അത് മാത്രമല്ല ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. കണ്ടോ, ഇതൊരു നമ്മുടെ ചെടിച്ചട്ടിയിൽ വെച്ചൊരു ബോൺസായി തെറ്റിയുടെ ലുക്ക് വരും. അച്ഛൻ വരെ നല്ല കട്ടിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം കോരി ഒഴിച്ച് അതിൻ്റെ മണ്ണൊന്ന് കുതിർക്കാം. ഇപ്പം കുറച്ചുകൂടെ കണ്ടോ മണ്ണ് ഇളകുന്നുണ്ട്. ഈ ഭിത്തിയാണെങ്കിൽ മൊത്തം ഇടിഞ്ഞു വീഴും. നല്ല തെറ്റി കേട്ടോ. ഇത് തെറ്റി വേറെ കിട്ടാത്തത് കൊണ്ടല്ല, പക്ഷേ ഇത് ഒരു ബോൺസായി തെറ്റി. ഗൈസ് ഒരുപാട് കഷ്ടപ്പെട്ട് ഇതിന് 2 പേരുണ്ട് കേട്ടോ, 2 പേരുണ്ട്. കാരണം നമുക്ക് എൻ്റെ ഈ മണ്ണ് കണ്ടോ അങ്ങ് ഉള്ളിലിരുന്നതാണ്. നമ്മൾ ഈ ഒരു ബോൺസായി തെറ്റി. ഇതിൻ്റെ മൂടൊന്ന് കാണിച്ച ഉണ്ണി കണ്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. മച്ചാന്മാരെ, ഈ മേഖല കണ്ടോ മുഴുവൻ ബോൺസായി ആണ്. നമ്മുടെ ബോൺസായിക്ക് ഇതുണ്ടോ ഇതിൻ്റെ തടിയാണ് കേട്ടോ. അതിനകത്ത് കണ്ട പ്ലാന്റ് ഇത്രയേ ഉള്ളൂ, തടി ഇതാണ്. അയ്യോ, ബോൺസായി ഹണ്ടിങ് വീഡിയോ ചെയ്തപ്പോഴും അയ്യോ അടിപൊളി വരണം കണ്ടോ. അമ്പോ ഒരു അടിപൊളി ബോൺസായി. ഇത് കണ്ടോ ഈ മേഖലയിൽ ഞാൻ അവിടെ നിന്ന് മുകളിൽ കണ്ടപ്പോഴേ പറഞ്ഞു നല്ല കട്ടിയുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നതെല്ലാം ബോൺസായി ആണ്. പക്ഷേ ഇത് നമ്മൾ ഒരു പ്ലാന്റ് തെറ്റി കണ്ടിച്ചെടുക്കാൻ തന്നെ നല്ല പാടുപെട്ട്. അപ്പോൾ നമുക്ക് കണ്ടോ ഇവിടെ അടുത്തൊരെണ്ണം കണ്ടോ, അടുത്തൊരെണ്ണം അടിപൊളി ആണ്ട അയ്യോ. ഇതുകൊണ്ട് ഇവിടെ ഒരു ബോൺസായി ഹണ്ടിങ്ങിന് പറ്റിയ അടിപൊളി മേഖലയാണ് ഇവിടെ. നമ്മുടെ ഉണ്ണി നിൽക്കുന്നുണ്ടോ. അപ്പോഴും വെച്ചാൽ വരെ നമ്മൾ നല്ല ടൂളുമായിട്ട് നമ്മൾ ബോൺസായി ഹണ്ടിങ്ങിന് ഇവിടെ ഒന്നും കൂടെ വരും. എന്തായാലും കൊള്ളാം മച്ചന്മാരെ, ഒരു അടിപൊളി സാധനം കിട്ടിയിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയത്തില്ല കേട്ടോ. നോക്കിയേ എല്ലാം കാണുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അയ്യോ, മനോഹരമായ റോസ് പൂവ്. ഉമ്പമ്പോ ഇവിടെ കൊണ്ട് കേട്ടോ. ഒരു അടിപൊളി ഇന്ന് കിട്ടിയതിൽ ഏറ്റവും നല്ല, നമുക്ക് ഒരുപാട് ലീഫി പ്ലാന്റാണ് കിട്ടിയത്. പക്ഷേ ഇന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ് കിട്ടിയേക്കാണ്. ഇതിന് മുന്നേ കണ്ടിട്ടുമില്ല. നിങ്ങളും കണ്ട് കാണത്തില്ലെന്നറിയാം, കണ്ട് കാണത്തില്ല എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതിൻ്റെയൊക്കെ പേരിന് എവിടെ നമ്മുടെ ഗൂഗിൾ ലെൻസ് തന്നെ ശരണം. അയ്യോ അടിപൊളി കണ്ടോ. അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യും. ഇതിൻ്റെ മൂട് കണ്ടെത്തുന്നത് ഒരിത്തിരി പാടാണെങ്കിലും ഇത്രയും ഒരു സ്വയംഭം സാധനം കിട്ടിയിട്ട് എടുക്കാതിരിക്കാൻ ഒരു കഴിയുന്നേ ഇല്ല. അപ്പോൾ ഇതെന്തായാലും ഉണ്ണി എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഉണ്ണിയും കൊള്ളാമെന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് എടുത്തോളാം. അയ്യോ മച്ചന്മാരെ പൊളിച്ച് 1-2 കൂടെ എടുക്കാം. മച്ചന്മാരെ അടിപൊളി ഒരു സ്വയംഭം സാധനം അല്ലേ. സ്വയംഭം സാധനം നമ്മൾ ഒരുപാട് ലീഫി പ്ലാന്റ് കളക്ട് ചെയ്ത് വന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിന്ന് ഈ കുഞ്ഞ് തോട്ടിൽ നിന്ന് കിട്ടിയതാണല്ലോ. ഇതിൻ്റെ ഫ്ലവർ നോക്കിയാണ് എന്ത് മനോഹരമായ ഫ്ലവേഴ്സ് അല്ലേ. അതിൻ്റെ കളർ തന്നെ ഒരു അടിപൊളി പിങ്ക് കളറോ, അതായത് റോസും പിങ്കും കൂടെ ചേർന്ന ഒരു മനോഹരമായ കളർ. അപ്പോൾ ഇത് നമ്മുടെ തണ്ട് കണ്ടോ, നമ്മുടെ മഷിത്തണ്ടല്ല, നമ്മുടെ 10 മണി ചെടിയുടെയൊക്കെ തണ്ട്. അതുപോലെ അതുകൊണ്ട് തന്നെ
ഈ തണ്ടൊടിച്ച് കേട്ടാൽ നമുക്ക് പൊടിക്കും. കാരണം ഇവിടെ നിന്നൊക്കെ ഈ നോടിൽ നിന്നൊക്കെ വേരുകൾ വരുന്നുണ്ട്. വേരുള്ള 1-2 മൂടേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴെന്തായാലും ഇന്നത്തെ ഈ യാത്ര ധന്യമായെന്ന് പറയാൻ പറ്റും. കാരണം ഒരുപാട് ലീഫി പ്ലാന്റ്, അടിപൊളി പ്ലാന്റിനോടൊപ്പം ഇത്രയും കളർഫുൾ ഒരു പ്ലാന്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ യാത്ര തീർന്നില്ല, അവസാനിക്കുന്നില്ല. കാരണം ഇനി ഒരു 10-200 മീറ്ററിലൂടെ ഈ തോട്ടിലൂടെ നമ്മൾ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി എന്തെങ്കിലും കിട്ടുമെങ്കിൽ കളക്ട് ചെയ്യാം. എന്തായാലും ഒരു 8-9 എത്ര ആയിക്കോട്ടെ, അടിപൊളി കുറേ പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. അവസാനം ഞാൻ എല്ലാം അവിടെ കാണിച്ചു തരാം കേട്ടോ. മച്ചന്മാർ ഒരു അടിപൊളി പ്ലാന്റ് കിട്ടിയിട്ടുണ്ട്. ഇന്ന് പേരഞ്ഞൂടാത്ത പ്ലാന്റുകൾ വരും. നല്ലൊരു ഹാങ് പ്ലാന്റ് ആയിരിക്കും. കറണ്ട് ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനത്തെ ഉണ്ണി കണ്ടോ, ഇത് എന്ത് പ്ലാന്റ് ആണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇങ്ങനെ പോയിട്ടുണ്ടോ? നല്ലൊരു പ്ലാന്റ്, ഹാങ്ങിങ് പ്ലാന്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് നല്ല ക്രീപ്പറായിട്ടോ. അയ്യോ നോക്കിയാൽ എന്ത് മനോഹരമായല്ലയോ, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ അടിപൊളി ഒരു പ്ലാന്റ്. നിങ്ങളിത് കാണുന്നുണ്ടോ? ഡോറ ബുജിയുടെ സൗണ്ടായി പോയല്ലോ. അപ്പോഴെന്തായാലും മറ്റൊരു മനോഹരമായ പ്ലാന്റ്. ഇനി ഇതിൻ്റെ മൂടും കൂടെ ഒന്ന് ഇളക്കാം. എന്ത് പ്ലാന്റ് ആയിരിക്കും ഇത്? അച്ഛന്മാരെ അടിപൊളി പ്ലാന്റ് കണ്ടോ, അടിപൊളി പ്ലാന്റ്. ഇതങ്ങ് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതിൻ്റെ 2 പ്ലാന്റ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. അതതിൻ്റെ സ്വാഭാവിക ആവാസവസ്ഥ അവിടെ നിൽക്കട്ടെ. കാരണം നമ്മൾ പറിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് കൊള്ളയടിച്ചുകൊണ്ട് പോകലല്ലോ അല്ലേ. അടിപൊളി സാധനം. ഉണ്ണി ഒന്ന് പിടിച്ചേ, ഞാനാ കയറട്ടെ. ഗൈസ്, നമ്മുടെ അടുത്തൊരു ഐറ്റത്തെ കിട്ടിയിരിക്കുകയാണ്. ഗൈസ് കണ്ടോ, നമ്മുടെ പുതിയൊരു ഐറ്റത്തെ കിട്ടിയിരിക്കുകയാണ്. മറ്റേ ഐറ്റം ഇതിൻ്റെ പേരറിയത്തില്ല, എന്നാൽ ലീഫ് കൊണ്ട് വളരെ മനോഹരമായ ലീഫ്. ഇതിൻ്റെ ലീഫിൻ്റെ പുറകുവശം നോക്കിയാണ് കേട്ടോ, 2 ഷെയ്ഡ്. സാധാരണ ലീഫെല്ലാം 2 ഷെയ്ഡ് ആണല്ലേ. അപ്പോൾ ഇതൊക്കെ പ്ലാന്റ് അറിഞ്ഞോളൂ. ഇതൊക്കെ ഞാൻ ആദ്യം വയണയെന്നാണ് വിചാരിച്ചേട്ടോ. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, തണ്ട് നോക്കിയാണ് നല്ല ആ ഗ്രീൻ ലീഫ്സിനകത്ത് ആ വയലറ്റ് കളർ തണ്ടൂടെ വരുമ്പോൾ മനോഹരമാണ്. അപ്പോൾ ഇതിനെയും കൂടെ നമുക്കൊന്ന് കളക്ട് ചെയ്യാം. ഉണ്ണി ആ തേപ്പുകാരൻ്റെ അടുത്തുണ്ടോ? അച്ഛന്മാരെ ഏത് പ്ലാന്റാണെന്ന് അറിയത്തില്ല. ലീഫും ആ തണ്ട് കണ്ടോ, തണ്ട് നല്ല മനോഹരമായ തണ്ട്. ഇതൊരു വീട്ടിൽ വളർത്താൻ പറ്റിയ പ്ലാന്റാണോന്ന് അറിയില്ല, പക്ഷേ എൻ്റെ സൗന്ദര്യം കണ്ട് എടുത്തതാണ്. അപ്പോഴെന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ തോട്ടിലൂടെയുള്ള യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട്. കാരണം നമ്മൾ ഇനി വൈകി പോയി കഴിഞ്ഞാൽ വൈൻഡപ്പ് ഷോട്ട് എടുക്കാനാണ് ഇരുട്ടത്തായി പോകും. മച്ചന്മാരെ ഒരു പണ്ടാരം, ഒരു അടിപൊളി പ്ലാൻ ഹണ്ടിങ് ആയിരുന്നു കേട്ടോ. നമ്മുടെ തോട്ടിക്കൂടെയുള്ള പ്ലാൻ ഹണ്ടിങ്. നമ്മൾ ആദ്യ ഘട്ടത്തിൽ കുറേ ലീഫി പ്ലാന്റാണ് കിട്ടിയെങ്കിലും പിന്നെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് കിട്ടി, ഹാങ്ങിങ് പ്ലാന്റ് കിട്ടി. അടിപൊളിയായിരുന്നു. ഞാനിവിടെ സാധാരണ നമ്മളെല്ലാം ചെയ്യുന്നത് കൊണ്ടുവന്ന് പ്ലാന്റ് നടുന്നത് കാണിക്കുന്നില്ല. എന്നാൽ ഇന്നൊരു വ്യത്യാസമുണ്ട്. ഇന്ന് ഞങ്ങൾ പ്ലാന്റ് ഇവിടെ വീട്ടിൽ കൊണ്ട് വന്നിട്ടുണ്ട്, പോട്ടിലാക്കി നട്ടിട്ടുണ്ട്. ഉള്ള പോട്ടിൽ നട്ട് അവസാനം കവറിൽ നട്ട്. ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടോ, ഇതാണ് ആദ്യം. അയ്യോ എങ്ങനെ ഉണ്ടോ വെച്ചേ മച്ചന്മാരെ, പൊളി. ഈ ഫാൻ ഇതുപോലെ ഒരു ഫാൻ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഫാന് ഇങ്ങ് എത്തിയില്ല കേട്ടോ. ഇങ്ങ് എത്തും മുമ്പ് കളഞ്ഞു പോയി. അപ്പോൾ ഒന്നാമത്തെ പ്ലാന്റ് ഇത്. രണ്ടാമത്തത് ഇത് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഗാർഡനിൽ നിന്ന് വാങ്ങിക്കുന്നെങ്കിൽ നല്ല റേറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് അറിയാം, ഇതൊരു നമ്മുടെ പീസ് ലില്ലിയുടെ ഒരു മോഡൽ കേട്ടോ. അടുത്തത് ഇത് ലീഫും ആ തണ്ടും കാണാൻ നല്ല രസമാണ്, പക്ഷേ പൂവുണ്ട് കേട്ടോ. പൂവില്ലായിരുന്നു ഉണ്ണി? പൂവുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇത് കണ്ടോ, അടുത്തത് ഇതായിരുന്നു ഒരു സ്വയംഭൻ സാധനം. എങ്ങനെയുണ്ട് കണ്ടോ? ഇത് ഇല മറിഞ്ഞ് കിടക്കുന്നു കണ്ടോ. ഇത് എന്താണ് പ്ലാന്റ് എന്ന് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടെ അത് ഒന്ന് റൂട്ട് പിടിച്ചതിന് ശേഷം ഒന്ന് മാറ്റിയിട്ട് ഒരു ചകിരിയിൽ കമ്പ് വെച്ച് കെട്ടിയിട്ട് തന്നെ ചുറ്റി ഒന്ന് പടർത്തി കാണിച്ച് അതും കാണിക്കും നിങ്ങൾ. നെക്സ്റ്റ് ഇതെന്തുവാണെന്ന് അറിയത്തില്ല. കണ്ടിട്ട് മനോഹരമായിട്ട് അതിൻ്റെ ലീഫിൻ്റെ ടെക്സ്റ്റേഴ്സും എല്ലാം അടിപൊളി. അതുകൊണ്ട് അതും കളക്ട് ചെയ്തു. നെക്സ്റ്റ് ഇതൊരു ക്രീപ്പറാണ്, പാറയിലാണ് പടർന്ന് കിടന്നത്. ഞാനിവിടെ വീടിൻ്റെ സൈഡിൽ ഇതുപോലെ അവിടെ കണ്ടോ ഒരു സിമൻറ്റ് ഭിത്തി കാണുന്നുണ്ടോ? ആ സിമൻറ്റ് ഭിത്തിയിൽ അല്ലെങ്കിൽ ആ അടുത്ത് നിൽക്കുന്ന മാവിൽ പടർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴിത് നെക്സ്റ്റ് ഇതെന്ത് പ്ലാന്റ് എന്നറിയാതെ കണ്ടോ, ലീഫ് നോക്കിയാണ്. ഇതെന്തുകൊണ്ട് നമ്മുടെ മെലസ്റ്റോമയാണോ ഇനി? അയ്യോ മനോഹരമായല്ലേ. ഇത് ഇൻഡോർ പ്ലാന്റൊക്കെ ആക്കി വെക്കാൻ പറ്റുന്നതാണെങ്കിൽ പൊളിച്ച് കണ്ടോ. ലീഫിൽ ചെറിയ നാരുകളുണ്ടോ, കാണുന്നുണ്ടല്ലോ. അവിടെ എന്തായാലും അതും കൊള്ളാം. പിന്നെ നെക്സ്റ്റ് ഇതായിരുന്നു ഒരു കില്ലാടി സാധനം കണ്ടോ. നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അമ്മ പറഞ്ഞ് കാട്ട് 10 മണിയാണെന്ന്. പക്ഷേ ഇത് നോക്കിയാണ്, മറ്റേ ഡാൻസിങ് ഗേൾ ഓർക്കിഡിൻ്റെ പൂ കണക്കില്ലേ? നോക്കിയാണ്, ഡാൻസിങ് ഗേൾ ഓർക്കിഡിൻ്റെ പൂ പോലെ തന്നെ ഉണ്ട്. ഡാൻസിങ് ഗേളിന് കുറച്ച് മുടിയുണ്ട് കണ്ടോ. അപ്പോൾ കണ്ടോ, ഇത് അടിപൊളിയായിട്ടുണ്ട്.
നെക്സ്റ്റ് ഇത് ഞാൻ തെറ്റിയാണ്. തെറ്റി പൊടുത്തത് ഒരു ബോൺസായി ലുക്കുള്ള തെറ്റി. പക്ഷേ ഞാനിവിടെ കുഴിച്ച് വെച്ചപ്പോൾ അതിൻ്റെ മൂട് കണ്ടോ, ഒരു ബോൺസായി പ്ലാന്റിൻ്റെ ലുക്കൊന്നും വന്നിട്ടില്ലെങ്കിലും ഒരു നല്ല തെറ്റി. ഈ തെറ്റി കളക്ട് ചെയ്ത സ്ഥലത്ത് നമ്മൾ വേറെ ഒരുപാട് ബോൺസായി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയും 1 2 3 4 5 6 7 8 9 9 മനോഹരമായ പ്ലാന്റ്സ്, 9 അടിപൊളി പ്ലാന്റ്സാണ് ഇന്ന് നമ്മൾ റിവറിലൂടെ നടന്നുള്ള, വലിയൊരു റിവറങ്ങും അല്ല, ചെറിയ തോട് വഴി നടന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്ത പ്ലാന്റ്സ്. മച്ചന്മാരെ, നമ്മൾ ഈ കരണ്ടിയും കൊണ്ട്, നമ്മുടെ തേപ്പ് കരണ്ടിയും കൊണ്ട് പോണ ഒരു വീഡിയോയ്ക്ക് നമുക്ക് തേപ്പ് കിട്ടിയിട്ടില്ല. ഇന്ന് പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇത്രയും വെറൈറ്റി പ്ലാന്റ്സ് കിട്ടിയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. ഇതെല്ലാം ഞാൻ കൊണ്ട് പോട്ട് ചെയ്തതാണ്. ഇവിടെ നമ്മുടെ പോട്ടിനകത്താക്കി നിങ്ങളെ കാണിച്ചു കേട്ടോ. ഇത് വെറുതെ ഡമ്മിയാക്കി വെച്ചേക്കുന്നല്ല, ഇത് നട്ടേക്കുന്നത് തന്നെയാണ്. ചാണകം, ചകിരിച്ചോറ്, മണ്ണ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് നട്ടേക്കുന്നത് തന്നെയാണ്. അപ്പോഴെന്തായാലും ഇതെങ്ങനെയുണ്ട്, ഈ പ്ലാന്റ്സ് എല്ലാം നിങ്ങളെ കണ്ടല്ലോ. ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടിട്ടില്ലാത്ത ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയാം. അത് നിങ്ങൾ കണ്ട പ്ലാൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കണം. കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ചേട്ടാ പേര് ഇതാണെന്ന് അറിയിച്ചാൽ, അല്ലെങ്കിൽ അനിയാ പേര് ഇതെന്ന് അറിയിച്ചാൽ അത്രയും സന്തോഷം. പിന്നെ ഇത്തരത്തിൽ ഞങ്ങൾ പ്ലാൻ ഹണ്ടിങ്ങിലൂടെ കളക്ട് ചെയ്യുന്ന പ്ലാൻസ് നിങ്ങളിലോട്ട് എത്തുന്നതിന് അവസരമുണ്ട്. ഞങ്ങൾ സാൻബീസ് പ്ലാൻസ് എന്ന പേരിൽ വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. ഞങ്ങൾ ഇത്തരത്തിൽ പ്ലാൻ ഹണ്ടിങ്ങിലൂടെ കളക്ട് ചെയ്യുന്ന പ്ലാൻസ് ആവശ്യമുള്ളവർ, അത് മാത്രമല്ല, പ്ലാന്റിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ, പ്ലാന്റിനെ കുറിച്ചുള്ള അറിവുകൾക്ക് വിശാലത കൈവരിക്കാൻ താല്പര്യമുള്ളവർ എന്നിവരെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ആ ലിങ്ക് വഴി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാം. നമുക്ക് പ്ലാന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മിണ്ടിയും പറഞ്ഞിരിക്കുകയും ചെയ്യാം. അപ്പോഴെന്തായാലും ഇന്നത്തെ ഈ റിവറിലൂടെയുള്ള പ്ലാൻ ഹണ്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ആ കുഞ്ഞ് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യസമയം നിങ്ങളിലോട്ടെത്തുന്നതാണ്. ദിസ് ടൈം ദിസ് ഈസ് അൻബി സൈനിങ് ഓഫ്.